ഇതാണ് പയ്യൻ അനന്തു. നന്ദു. അതെ, നന്ദു, അനന്തു, വിവേക്, അങ്ങനെ 3 പേരുണ്ട്. 4 പേരുണ്ട്. എനിക്കിതൊന്നും വേണ്ട. 2 ഉണ്ണിയപ്പം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങളൊക്കെ ഇവന്റെ ഫ്രണ്ട്സാ. എന്ന് വെച്ചാ ഞങ്ങൾ ഇവനാണ്, ഇവൻ ഞങ്ങളാണ്. ഞങ്ങളൊരു ടീമാണ്. പിള്ളേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. അതെ, പിള്ളേരെല്ലാം ഇവിടെ കിടന്ന് വരവാതെ പുറത്തു നിന്ന് ബഹളം വയ്ക്കാതെ സംസാരിക്കും. പോകോ. പയ്യനും പെണ്ണും സംസാരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. സംസാരിച്ചാലോ? പുറത്തേക്ക് നിൽക്കല്ലേ? എന്ന് പിടിച്ചേ, കയ്യിലിരിക്കല്ലേ? ഒന്ന് പിടിച്ചെന്ന് സംസാരിച്ചിട്ട് വരാം. എന്റെ പുതിയ ഫോട്ടോ എന്റെ ഉണ്ട്. 10-15 തന്നല്ലേ? അതല്ലെന്ന് മുഖം നോക്ക്, നല്ല ലേറ്റസ്റ്റ് ഗെറ്റപ്പാ. ഇതോ? ആ വെച്ചോ, ഏതെങ്കിലും പറഞ്ഞ റെഡിയാക്കും. അതെ, പ്ലാവിളയുള്ള നിന്റെ ഒരു കുഞ്ഞമ്മയല്ലേ, അവരെ എനിക്ക് റെഡിയാക്കി തരാൻ പറ്റും. ഇതൊക്കെയാണ് എന്റെ മനസ്സിലെ ഭാര്യാസങ്കല്പങ്ങൾ. അതൊക്കെ ഒത്തു വന്നിരിക്കുകയാണ് കാവ്യയില്. ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ ആരാന്നറിയോ കാവ്യക്ക്? സ്വപ്നം കാണുന്നത് സാധിച്ചെടുക്കുന്നവൻ. അങ്ങനെ നോക്കുമ്പോ ഈ ലോകത്തിലെ ഏറ്റവും ലക്കിയസ്റ്റ് മാൻ ഞാനാ. കാരണം എന്റെ ഡ്രീംസിൽ പല രൂപങ്ങളിൽ വന്നിരുന്നവർ ദാ ഇപ്പൊ കാവ്യായി എന്റെ മുന്നിൽ. വിവേകിന്റെ സങ്കല്പങ്ങളൊക്കെ ഞാൻ കേട്ടു. എനിക്കും ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ. ആണോ? കാവ്യയുടെ സങ്കല്പത്തിലെ ഭർത്താവിന്റെ ഫീച്ചേഴ്സ് ഇല്ല എനിക്ക്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതുവരെ സംസാരിച്ചു തീർന്നില്ലേ? അതെ, കല്യാണശേഷം പറയാനും വല്ലോ ബാക്കി വെച്ചേക്കണേ. നിന്നെ എല്ലാരും അവിടെ വെയിറ്റ് ചെയ്യാ. എടി, എന്റെ സങ്കല്പങ്ങളില്ലേ? നീങ്ങ വന്നേ. സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല. എന്തോന്നടാ പെൺകുട്ടികളെ കണ്ടിട്ടില്ലാത്ത പോലെ. ഉള്ള വെയിറ്റ് കൂടെ കളയല്ലേ. ഓവറായോ? ഓവർ ആക്കാതിരുന്നാ മതി. കാവ്യ, അപ്പൊ തൽക്കാലത്തേക്ക് ഇവനെ ഞങ്ങൾ കൊണ്ടുപോവാ. കല്യാണ മണ്ഡപത്തിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് സ്ഥിരമായിട്ട് അങ്ങ് വിട്ടു തന്നേക്കാം. വാടാ. ഒരു മിനിറ്റ് പോട്ടെ. എന്താണ് ഇത്ര നേരം സംസാരിച്ചത്?